രാത്രി വളരെ മനോഹരമാണ്. അതുപോലെ തന്നെയാണ് രാത്രിയിലെ കാഴ്ചകളും. എന്നാൽ രാത്രിയിൽ അതിഥിയായി എത്തുന്ന ഒരാളെ കാണാൻ വളരെയധികം മനോഹരമാണ്. മിന്നാമിനിങ്ങിന്റെ പ്രകാശം ഭയം മറഞ്ഞിരിക്കുന്ന രാത്രിയെ കൂടുതൽ മനോഹരമാക്കുന്നു. എന്നാൽ മിന്നാമിനിങ്ങിനെ പോലെ പ്രകൃതി കരുതി വെച്ച ആ അത്ഭുതം മനുഷ്യ ശരീരത്തിലും നടക്കുന്നുണ്ട്. എന്തേ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലേ? എന്നാൽ ഇത് സത്യമാണ്. ജപ്പാനിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് മനുഷ്യൻ പ്രകാശം പുറത്തുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രത്യേകതരം ക്യാമറകളിലൂടെ കണ്ടെത്തിയത്. നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാനാവാത്ത അത്രയും ദുർബലമാണ് ഈ തിളക്കം. ഉച്ചതിരിഞ്ഞാണ് നാം കൂടുതൽ പ്രകാശിക്കുക. തലയ്ക്ക് മുകളിലല്ല, മുഖത്തിനു താഴെയാണ് ആ തിളക്കം കൂടുതൽ ഉണ്ടാവുക. ശരീരത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് മനുഷ്യൻ ശരീരത്തിൽ നിന്നും വെളിച്ചം പുറപ്പെടുവിക്കുന്നത്. ഒരു കാലത്ത് മനുഷ്യൻ ഭീതിയോടെ കണ്ടിരുന്ന ജൈവദീപ്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില്ലബോ. വെളിച്ചത്തിനൊപ്പം താപം, അതായത് ചൂടുണ്ടാകുന്നുണ്ട്. പക്ഷേ ജീവികൾ പ്രകാശിക്കുമ്പോൾ ചൂടുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ തണുത്ത വെളിച്ചം എന്നാണ് ജൈവദീപ്തി അറിയപ്പെടുന്നത്. എന്താണ് ബയോലൂമിനസെൻസ് അഥവാ ജൈവദീപ്തി എന്ന് ചോദിച്ചാൽ, ജീവജാലങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് അങ്ങനെ പറയുന്നത്. ജീവൻ എന്നർത്ഥമുള്ള ബയോ എന്ന വാക്കിൽ നിന്നും പ്രകാശം എന്നർത്ഥമുള്ള ലൂമൻ എന്ന വാക്കിൽ നിന്നുമാണ് ബയോലൂമിനസെൻസ് എന്ന പദം രൂപപ്പെട്ടത്. കടൽ ജീവജാലങ്ങളിൽ ഏതാണ്ട് 75% മിന്നിത്തിളങ്ങുന്നവനാണ്. നീലയും പച്ചയും കലർന്ന നിറത്തിലാണ് ഒട്ടുമിക്ക ജീവജാലങ്ങളുടെയും ദീപ്തി ദൃശ്യമാകുന്നത്. തരംഗദൈർഘ്യം കുറവുള്ളതിനാൽ ഇവ ജലകണികകളിൽ ചിതറിപ്പോകാതെ ദൃശ്യമാകുന്നു. രാത്രിയിലാണ് ഈ ദൃശ്യം നമുക്ക് സാധ്യമാക്കുക. ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവദീപ്തി ഉണ്ടാകുന്നത്. ജീവികളുടെ ശരീരത്തിലുള്ള ലൂസിഫറിൻ പോലുള്ള രാസവസ്തുക്കൾ ഇതിന് കാരണമാകുന്നുണ്ട്. ജീവികൾ സ്വയം പ്രകാശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇണകളെ ആകർഷിക്കാനും ഭക്ഷണത്തിനു വേണ്ടിയും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ശത്രുക്കളെ ഭയപ്പെടുത്താനും അങ്ങനെ തുടങ്ങി ഓരോ കാര്യത്തിനാണ് അവർ ഈ പ്രകാശം ഉപയോഗപ്പെടുത്തുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോ ബാക്ടീരിയത്തെ കുറിച്ചാണ്. നീല കലർന്ന പച്ച നിറത്തിൽ പ്രഭ ചൊരിയുന്ന ഫോട്ടോ ബാക്ടീരിയം ഫോസ്ഫോറിയം മറ്റു ജീവജാലങ്ങളുമായി ചേർന്ന് സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ്. ആഴക്കടലിലെ മത്സ്യങ്ങളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത്. ഇരകളെ ആകർഷിക്കാനും ഇരപിടിയന്മാരെ തുരത്താനുമാണ് ഇവർ ഈ യുക്തി പ്രയോജനപ്പെടുത്തുന്നത്. കോമ്പ് ജെല്ലികൾ കാഴ്ചയിൽ ജെല്ലി ഫിഷുകളെ പോലെ തോന്നിപ്പിക്കുമെങ്കിലും കടലിലെ മറ്റിനം നട്ടിലില്ലാത്ത ജീവികളാണ് കോമ്പ് ജെല്ലികൾ. കോമ്പ് ജെല്ലികളിൽ ചിലതിനെ അപേക്ഷിച്ച് മറ്റുള്ളവയെല്ലാം ജൈവദീപ്തി ഉണ്ടാക്കുന്നുണ്ട്. സുതാര്യമായ ശരീരം കൊണ്ട് മഴവിൽ നിറത്തിൽ വർണ്ണദീപ്തി ഉണ്ടാക്കുന്നതിനാൽ ഇവയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പ്ലാസ്റ്റിക് കവർ പോലെ തോന്നിക്കും. ആർട്ടിക് മേഖലയിലെ ജൈവദീപ്തികളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ ജീവി. ഫ്ലാഷ് ലൈറ്റ് തെളിയും പോലെ ഒരു മീൻ പ്രകാശിച്ചാൽ എങ്ങനെയുണ്ടാകും? നല്ല ഭംഗിയായിരിക്കും അല്ലേ? സോ ഫ്ലാഷ് ലൈറ്റ് തെളിയും പോലെ ഇടയ്ക്കിടയ്ക്ക് ജൈവദീപ്തി തെളിയിക്കുന്ന വിരുദ്ധന്മാരാണ് ഫ്ലാഷ് ലൈറ്റ് ഫിഷുകൾ. പേര് പോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് കത്തും പോലെയാണ് ഇവയുടെ ശരീരത്തിലും വെളിച്ചം പുറപ്പെടുവിക്കുന്നത്. 15 സെന്റിമീറ്റർ നീളമുള്ള ഈ മത്സ്യം രാത്രിയിലാണ് പുറത്തിറങ്ങുക. ചെറുഞണ്ടുകൾ, ചെമ്മീനുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. ആംഗ്ലർ ഫിഷ് രാത്രിയിൽ ടോർച്ച് തെളിച്ച് നടക്കുന്ന മത്സ്യമാണ് ആംഗ്ലർ മത്സ്യം. നട്ടലിൽ നിന്നും നീണ്ടെത്തുന്ന കൊളുത്തു പോലെയുള്ള ഒരു അവയവം ഈ മത്സ്യത്തിന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആംഗ്ലർ മത്സ്യം എന്ന പേര് വരാനും കാരണം. ഒരു ആന്റിന പോലെ പ്രവർത്തിക്കുന്ന ഈ അവയവം രാത്രിയിൽ പ്രകാശിക്കുന്നു. സ്വയം പ്രകാശിക്കുന്ന ചില ബാക്ടീരിയകളാണ് ഈ ആന്റിനയ്ക്കുള്ളിലിരുന്ന് ടോർച്ച് അടിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും പൈനാപ്പിൾ ഫ്രൂട്ട് കഴിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ പൈനാപ്പിൾ പോലെയുള്ള മീനുകളോ? ഇന്തോ പസഫിക് മേഖലയിൽ കാണപ്പെടുന്ന മോണോസെൻട്രിസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ മത്സ്യങ്ങൾ പൈനാപ്പിൾ ഫിഷ് എന്നറിയപ്പെടുന്നു. പൈനാപ്പിളിന്റെ മേൽഭാഗം പോലെയുള്ള ചെതുമ്പലും പൈനാപ്പിളിന്റെ നിറവുമുള്ള ഈ മത്സ്യങ്ങളുടെ കീഴ്ത്താടിയിൽ രാത്രിയിൽ തിളങ്ങുന്ന 2 ഗ്രന്ഥികളുണ്ട്. ഇരകളെ ആകർഷിക്കാൻ പൈനാപ്പിൾ ഫിഷ് ഈ വിദ്യ ഉപയോഗിക്കുന്നു. ഡീപ് സീ ഡ്രാഗൺ ഫിഷ് അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഗൾഫ് ഓഫ് മെക്സിക്കോയിലുമൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം വിചിത്ര മത്സ്യമാണ് ഡീപ് സീ ഡ്രാഗൺ ഫിഷ്. വലിയ തലയും നീണ്ട പല്ലുകളുമൊക്കെയുള്ള ഈ ഡ്രാഗൺ ഫിഷിനെ കണ്ടാൽ ഒരു ഭീകര ജീവിയാണെന്നേ തോന്നും. ആംഗ്ലർ ഫിഷുകൾക്ക് പ്രകാശം പുറപ്പെടുവിക്കുന്ന അവയവം തലയ്ക്ക് മുകളിലാണുള്ളതെങ്കിൽ ഡ്രാഗൺ ഫിഷിന് കീഴ്ത്താടി എല്ലിലാണ് ഇതുള്ളത്. കൂടാതെ ശരീരത്തിന്റെ അടിവശത്ത് മുഴുവനും ഫോട്ടോഫോറുകളും ഉണ്ട്. സ്വയം പ്രകാശിക്കുന്ന ധാരാളം ജീവജാലങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു. എന്നാൽ ജൈവദീപ്തിയെ അടിസ്ഥാനമാക്കി ധാരാളം വസ്തുക്കൾ പുതിയതായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അവയിലൊന്നാണ് തിളങ്ങും ഐസ്ക്രീം. ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചു കുട്ടികൾ മുതൽ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ ആരും തന്നെയില്ല. എന്നാൽ ലൈറ്റ് തെളിയുന്ന ഐസ്ക്രീം കൂടി ആയാലോ? ജെല്ലി ഫിഷിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഗ്ലോയിങ് പ്രോട്ടീൻ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. ഐസ്ക്രീമിലെ ഗ്ലോയിങ് പ്രോട്ടീനുകളെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വെച്ച് തന്നെ വിഘടിപ്പിച്ചു കളയുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇത് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഐസ്ക്രീമിന് കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം. ബ്രിട്ടീഷ് ഐസ്ക്രീം നിർമ്മാതാവായ ചാർലി ഫ്രാൻസിസ് ആണ് ഈ ഐസ്ക്രീം കണ്ടെത്തിയത്. അദൃശ്യ ഐസ്ക്രീം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. ഗ്ലോ ഫിഷ് ജനിതക മാറ്റത്തിലൂടെ രൂപം നൽകിയ ഫ്ലൂറസെന്റ് മീൻ ഇനങ്ങളാണ് ഗ്ലോ ഫിഷ്.
യോക്ക്ടൗൺ ടെക്നോളജീസ് എന്ന അമേരിക്കൻ സ്ഥാപനമാണ് ഈ മീനുകളെ നിർമ്മിച്ചത്. സീബ്ര ഫിഷ് എന്ന വരയൻ ഇനം മത്സ്യമാണ് ഇക്കൂട്ടത്തിലെ ആദ്യ ഇനം. ഹോക്സ്ബിൽ കടലാമ. പസഫിക് സമുദ്രത്തിലെ സോളമൻ ദ്വീപിനടുത്ത് കണ്ടെത്തിയ ഹോക്സ്ബിൽ സീ ടർട്ടിൽ ആണ് പ്രകാശ പ്രതിഫലനം നടത്തുന്ന ഏക ഉരകം. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ജൈവദീപ്തി വളരെയധികം മനോഹരമായ പ്രതിഭാസങ്ങളിൽ ഒന്ന് ആയതുകൊണ്ട് തന്നെ ഇന്ന് അവ കടുത്ത തരത്തിലുള്ള വംശനാശ ഭീഷണിയും നേരിടുന്നുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ അവ ഈ ലോകത്തു തന്നെ നിന്ന് ഇല്ലാതായേക്കാം. അതുകൊണ്ട് ഈ പ്രതിഭാസം നിറഞ്ഞ പ്രകൃതിയെ സംരക്ഷിച്ചേ പറ്റൂ. ഇതുപോലെ നിങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി ചിലർ ബോസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. വി ആർ ദ ചിലർ ബോസ് സൈനിങ് ഔട്ട്.